രാവിലെ തന്നെ മിൽക്ക് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. ഇതെന്താ സംഭവമെന്ന്. കാരണം കാർഡ്ബോർഡ് ബോക്സിലൊക്കെയാണ് സാധാരണ കൊറിയർ വരുന്നത്. ഇത്തവണ വന്നത് ഇതുപോലുള്ള വലിയ പ്ലാസ്റ്റിക് കവറിനുള്ളിലാണ്. അപ്പോൾ ഞാനും ഞെട്ടിയായിരുന്നു, മിൽക്കിയും ഞെട്ടിയായിരുന്നു. കാരണം ഇങ്ങനെ വരുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു, ദൈവമേ പണി പാളിയോ, ഇനിയിപ്പോൾ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കുമോ വന്നിട്ടുള്ളതെന്ന്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ സാധനം എന്താണെന്നല്ലേ, മിൽക്കിയെ പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും എന്താ സാധനം എന്നറിയാം. ഇത് നമ്മുടെ ക്ലോത്ത് സ്റ്റാൻഡാണ് കേട്ടോ. നമുക്ക് തുണിയൊക്കെ ഉണങ്ങാനായിട്ട് ഇടാൻ പറ്റിയ ക്ലോത്ത് സ്റ്റാൻഡാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അത് തന്നെ പല കളേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒത്തിരി നാളായി നോക്കി നടക്കുന്നതായിരുന്നു. സാധാരണ രീതിയിൽ സ്റ്റീലിൻ്റെ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും റേറ്റൊക്കെ അല്പം കൂടുതലായിരുന്നു. പക്ഷേ ഇത് ഞാനിങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ട് റേറ്റ് കുറയുന്ന സമയത്ത് വാങ്ങാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നതാണ്. അത്യാവശ്യം നല്ല റിവ്യൂസും ഉണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് കേട്ടോ. അപ്പോൾ റേറ്റ് അത്യാവശ്യം നമുക്ക് അഫോർഡബിളായിട്ട് തോന്നിയ സമയത്ത് തന്നെയാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാനിത് ഫസ്റ്റ് എടുത്തപ്പോൾ തന്നെ ഞെട്ടിയത് അതാണ്. ഞാൻ ഫുള്ള് ചെക്ക് ചെയ്തായിരുന്നു എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. സാധാരണ രീതിയിൽ ഞാൻ സെയിലൊക്കെ വരുന്നവരെ വീണ്ടും വെയിറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനങ്ങ് ഓർഡർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത് 1371 രൂപയ്ക്കാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിലൊക്കെ വരുന്ന ടൈം ആണെങ്കിൽ കുറച്ചും കൂടി റേറ്റൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.